ഹായ് ഫ്രണ്ട്സ്, ഗെയിം കളിക്കാത്ത ആരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഞാനും ഈ കാണുന്ന നിങ്ങളും ഒരു ഗെയിമെങ്കിലും കളിച്ച ഒരാളായിരിക്കും. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇപ്പൊ ഗെയിം കളിക്കുന്ന കാലമാണ്. 1950 മുതൽ 1960 കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു ഗെയിം ഡെവലപ്മെന്റ്, ഗെയിമുകൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ ഇടയിലോട്ട് വരാൻ തുടങ്ങിയത്. എന്താണ് ഗെയിം ഡെവലപ്മെന്റ്? ഒന്നുമില്ല, ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ അവോധയുടെ കോഴ്സിൽ നമ്മൾ പ്രധാനമായും പഠിപ്പിക്കുന്നത് 2D 3D ആനിമേഷൻ മൾട്ടിപ്ലെയർ, ലോക്കൽ മൾട്ടിപ്ലെയർ ഗെയിമാണ് നമ്മൾ പ്രധാനമായും പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? 2D 3D ലോക്കൽ മൾട്ടിപ്ലെയർ, പിന്നെ എന്താണ് ആനിമേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗെയിമുകളാണ്, ഇതാണ് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. ഇത്രമാത്രമല്ല, കുറേ ടൈപ്സ് ഓഫ് ഗെയിംസ് നമ്മുടെ വേൾഡിൽ ഇപ്പൊ പ്രചാരത്തിലുണ്ട്, ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുക? അതിനൊരു എഞ്ചിൻ വേണ്ടേ? അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഗെയിം എഞ്ചിനാണ് യൂണിറ്റി എന്ന് പറയുന്നത്. ഗെയിം എഞ്ചിനാണ് യൂണിറ്റി. ഈ പേര് ആരും മറക്കരുത്. നമ്മൾ പ്രധാനമായും യൂസ് ചെയ്യുന്ന ഒരു ഗെയിം എഞ്ചിനാണ് യൂണിറ്റി. ഒരു സൈറ്റാണ്, ഒരു വെബ്സൈറ്റ് ആണിത് യൂണിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു സോഫ്റ്റ്വെയർ ഫ്രെയിം വർക്ക്, നമ്മുടെ സോഫ്റ്റ്വെയർ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് ഈ യൂണിറ്റിയെ പറയാം. ഇനി നമ്മൾക്ക് ഈ ഒരു ജോലിയുടെ സാലറി പറയാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ഗെയിംസ് യൂസ് ചെയ്യുന്നൊരു നമ്മുടെ വേൾഡിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു ഗെയിമെങ്കിലും, ഇപ്പൊ പല ഗെയിമുകൾ ഇപ്പൊ പ്രചാരത്തിലുണ്ട്. കുട്ടികളുടെ പ്രിയപ്പെട്ടമായ നമ്മൾക്ക് എന്താണ് പബ്ജി, പിന്നെ എന്താണ് പെസ് ഉണ്ട്, പിന്നെന്താണ് നമ്മുടെ ഈ ഫുട്ബോൾ, ഇപ്പൊ പെസിലെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ ഫുട്ബോൾ ആയിട്ടാണ് ഉള്ളത്. പിന്നെ എന്താണ് കോൾ ഓഫ് ഡ്യൂട്ടി, അങ്ങനെ നിരവധി ഗെയിം. ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തിരുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻഡി ക്രഷ് ആണ്. ഏറ്റവും കൂടുതൽ ഡൗൺലോഡിങ്സ് വന്നൊരു ഗെയിം. അങ്ങനെ പല ടൈപ്സ് നമ്മൾ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് നോക്കിയാൽ എണ്ണാൻ പറ്റില്ല, ഒരു എൻഡിങ് ഉണ്ടാവില്ല, അത്രയും ഗെയിമുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ, ബോംബെ, അങ്ങനെ ഉള്ള പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ ഗെയിം ഡെവലപ്മെന്റ് പറയുന്ന കോഴ്സുകൾക്ക് പല ജോലി, നല്ല സാലറിയിൽ ഉയർന്ന ജോലി ഇപ്പൊ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ബേസിക് സാലറി ആണ്. ബേസിക് സാലറി എന്ന് പറയുന്നത് 1.5 lakh to 4 lakh per annum. അപ്പൊ ഒരു വർഷം 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. അത് ഈ ഒരു ഇതിലോട്ട് മാത്രം ഒതുങ്ങില്ല. കാരണം വെച്ചാൽ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ്, 8 ലക്ഷം മുതൽ 8 ലക്ഷം മുതൽ 14 ലക്ഷം വരെ നിങ്ങൾക്ക് ലഭിക്കാം. ഇത് മാത്രമല്ല, ഇതിനോട്ട് മുകളിലുണ്ട്. കാരണം വെച്ചാൽ ഓരോ വർഷം എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മുടെ സ്കില്ലും കാര്യങ്ങളും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടും. അപ്പോൾ ഈ ഒരു ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിന് ജോലി സാധ്യത വളരെയേറെ. ഇന്ത്യക്കല്ല, നിങ്ങൾ ഒരു ഗെയിം ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നോക്കുന്നതിനെക്കാട്ടി കൂടുതൽ അതർ കൺട്രീസിൽ, നല്ല അമേരിക്കൻ, യൂറോപ്യൻ കൺട്രീസുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാലറി ലഭിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗെയിം ഡെവലപ്മെന്റ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നില്ല. കാരണം എന്താണ്, നമ്മളിനി കോഴ്സിൽ ഓരോന്നോരോന്ന് പഠിക്കൂല. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്ര ഈസിയാണ്, എത്ര എളുപ്പമാണ്, എത്ര നമുക്ക് ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാം. അപ്പം നമുക്ക് ബാക്കി നമ്മൾ കോഴ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.